പറയുന്നത് ഇന്ന് അമ്മയുടെ കൂടെയാണ് വീഡിയോ. അപ്പൊ എന്താ വീഡിയോ എന്ന് അമ്മ പറയുന്നതായിരിക്കും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നെയ്യാണ്, ഗീ. നമ്മൾ ഹോം മെയ്ഡ് നെയ്യാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ പല രീതിയിൽ നെയ്യ് ഉണ്ടാക്കാറുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ ഉറയൊഴിച്ച് അതിൻ്റെ മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ പത വീണ്ടും തണുപ്പിച്ച് അത് ചൂടാക്കിയാണ് നെയ്യ് ഉണ്ടാക്കാറുള്ളത്. ഇതൊരു വേറൊരു മെത്തേഡാണ്. കുറേ നാളായി, ഒരു 5-8 വർഷമായിട്ട് 5-10 വർഷമായിട്ട് ഞാൻ ഈ മെത്തേഡിലാണ് നെയ്യ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ആദ്യത്തെ മെത്തേഡിനേക്കാൾ ഈ ഒരു മെത്തേഡാണ് കൂടുതൽ നെയ്യ് കിട്ടുന്നതായിട്ട് കാണുന്നത്. എങ്ങനെയാണ് ഹോം മെയ്ഡ് നെയ്യ് ഗീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശുവിൻ്റെ പാലാണ്. ഞാനത് പാല് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ഈ തിളപ്പിക്കാൻ വെക്കുന്നതിന് മുമ്പ് പാലൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണെങ്കിൽ പാലിൻ്റെ നെയ്യുള്ള അംശം ഇങ്ങനെ പാട പോലെ മുകളിലേക്ക് പൊങ്ങി വരും. ആ പാല് ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടൊന്ന് കാച്ചി വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കട്ടിയുള്ള ഭാഗം, അതായത് നെയ്യുള്ള ഭാഗം മുകളിലേക്ക് പൊങ്ങി വരികയും അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തണുപ്പിച്ചിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യാം. അങ്ങനെ കുറേശ്ശെ പല പ്രാവശ്യം പല ദിവസങ്ങൾ എല്ലാ ദിവസവും പാല് കാച്ചുമ്പോൾ അതിൻ്റെ മുകളിലുള്ള പാട എടുത്ത് നീക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും തണുപ്പിച്ച് അങ്ങനെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞാണ് നെയ്യ് ഉരുക്കി എടുക്കാറുള്ളത്. സൊസൈറ്റിയിൽ നിന്നൊക്കെ പാല് വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ നല്ല പാല് കിട്ടും. ആ പാല് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ മുകളിൽ വരുന്ന ആ കട്ടിയോടുകൂടി ഇരിക്കുന്ന ഭാഗം മാത്രം എടുത്ത് തിളപ്പിച്ച് അതിൽ നിന്നും ഈ പാട മാറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല കട്ടിയുള്ള നെയ്യ് തന്നെയായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ പല ദിവസമായിട്ട് എടുത്തു വെച്ചേക്കുന്ന പാത്രങ്ങളാണ്. ഒരു വലിയ പാനിലേക്ക് ഈ നെയ്യെല്ലാം കൂടെ മാറ്റിയിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. അടുപ്പിൽ വെച്ച് നന്നായി ഉരുക്കി നെയ്യെടുക്കാം. നെയ്യ് ഉരുക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അടുപ്പിൻ്റെ അടുത്തുനിന്ന് മാറാതെ നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒത്തിരി ആദ്യം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നമുക്കത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഉരുക്കിയെടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കാതെയൊക്കെ നിൽക്കുക, എന്നാലും ഇട്ടിട്ട് അടുപ്പിലിട്ടിട്ട് മറന്നു പോകരുത്, മാറിപ്പോകരുത്. കുറച്ച് ടൈം എടുക്കുക, നന്നായിട്ട് ടൈം എടുക്കുക. നമുക്ക് നന്നായിട്ട് ഉരുക്കി നെയ്യ് കിട്ടണമെങ്കിൽ നല്ല ടൈം എടുക്കും. നമ്മൾ തൈരുണ്ടാക്കിയിട്ട് തൈര് കടഞ്ഞെടുക്കുന്ന നെയ്യ്ക്ക് ചില സമയങ്ങളിലൊക്കെ പുളിപ്പ് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ പാലിൽ നിന്നും നേരെ തന്നെ നെയ്യ് സെപ്പറേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഉരുക്കിയെടുക്കുന്ന നെയ്യ്ക്ക്, അല്ലെങ്കിൽ വെണ്ണ ഉരുക്കിയെടുക്കുന്ന നെയ്യ്ക്ക് ഒട്ടും തന്നെ പുളിപ്പ് അനുഭവപ്പെടാറില്ല. മറ്റേ സാധാരണ തൈരിൽ നിന്ന് ഉള്ള നെയ്യ്ക്ക് നല്ല പുളിപ്പ് മിക്കവാറും സമയങ്ങളിൽ എനിക്ക് അനുഭവപ്പെടാറുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ രീതിയിലേക്ക് മാറിയത്. പിന്നെ ഉണ്ടാക്കാനും എളുപ്പമാണ്. മറ്റേത് ചിലപ്പോൾ നമുക്ക് തൈരിന് പലപ്പം പുളി കൂടുകയില്ല, ചിലപ്പം കൂടിപ്പോകും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴും തൈരിൻ്റെ നിന്ന് കിട്ടുന്ന നെയ്യ്ക്ക് ഒരു രുചി വ്യത്യാസമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നെയ്യ് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വന്നില്ല, നെയ്യ് പൂർണ്ണമായിട്ട് പോന്നിട്ടില്ല. അടിയിലൊക്കെ വെളുപ്പ് കളറുണ്ട്, എന്നാൽ മുകളിൽ നല്ല മഞ്ഞ കളറിൽ വന്നിട്ടുണ്ട്. മുകളിൽ വന്നേക്കാൻ മുഴുവൻ നെയ്യാണ്. താഴത്തോട്ട് കുറച്ച് വെള്ള കളറൂടെ ഉണ്ട്, അതും കൂടെ വറ്റണം. നന്നായിട്ട് വെട്ടി കഴിയുമ്പോൾ ഇളകി ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് ആദ്യത്തെ സമയത്തൊക്കെ ഇച്ചിരി നേരം മാറി നിന്നാലും കുഴപ്പമില്ല. ഈ ഒരു സമയമാകുമ്പോൾ ഒട്ടും മാറരുത്, അല്ലെങ്കിൽ ഈ വെളുത്ത് കിടക്കുന്ന സാധനം എല്ലാം കറുത്ത് പോയിട്ട് ഒരു കറുത്ത കളറിലേക്ക് നെയ്യ് മാറും. അങ്ങനെ ആകാതെ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്കതിൽ നിന്നും നെയ്യ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നെയ്യ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് നെയ്യ് മുഴുവൻ അരിച്ചെടുക്കണം. നെയ്യ് നന്നായി അരിച്ചെടുത്തതിന് ശേഷം നന്നായി ഉണങ്ങിയ ഒരു ചില്ല് ഭരണിയിൽ നമുക്ക് നെയ്യ് എടുത്ത് സൂക്ഷിച്ച് വെക്കാം. ചില്ല് ഭരണി ആയിരിക്കും നല്ലത്. പ്ലാസ്റ്റിക്കിനേക്കാളും ഒക്കെ കുറച്ചുകൂടെ കേടുകൂടാതെ ഇരിക്കാനൊക്കെ ചില്ല് ഭരണിയാണ് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങി വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് നെയ്യ് കേടുകൂടാതെ സൂക്ഷിക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ ഉണ്ടാവും. എനിക്കൊരു 2-3 മാസത്തേക്കുള്ള നെയ്യാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി വയ്ക്കുന്നത്. നമ്മുടെ ഭരണി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ
നെയ്യ് ഒഴിക്കാൻ പോവുകയാണ്. നല്ല കളറല്ലേ നോക്കിയേ, നല്ല മഞ്ഞ കളർ. ഇതാണ് നമ്മുടെ നാച്ചുറലായിട്ടുള്ള നെയ്യുടെ കളർ. നല്ല സൂപ്പർ കളറാണ്. അങ്ങനെ നമ്മുടെ ശുദ്ധമായ പശുവിൻ പാലിൽ നിന്നുള്ള ശുദ്ധമായ നെയ്യ് ഉണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. മിൽമ പാലിൽ നിന്ന് നമുക്കിതുപോലെ നെയ്യ് കിട്ടത്തില്ല. മറ്റ് വീടുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാലിൽ നിന്നും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നൊക്കെ വാങ്ങുന്ന പാലിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ നെയ്യ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ ശുദ്ധമായ മായം കലരാത്ത നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് ബിൻസി ജോഷി സൈനിങ് ഓഫ്.